ഇന്നലെ നിരന്ന് കിടന്ന സ്ഥലം ഇവിടെ. രാവിലെ എഴുന്നേറ്റ് എല്ലാവരും 7 മണിയൊക്കെ ആയപ്പോൾ. അപ്പം നമ്മൾ യാത്രയാകുകയാണ്. വിമാനത്തിലേക്ക് പോവാം. കൊല്ലം കിട്ടിയിട്ടില്ലേ? അപ്പൊ സെറി ആണോ? നിർമ്മലെ കണ്ടില്ല. നല്ല കഴിയല്ലേ? ഇവിടെ കൊണ്ട് വെച്ച് നീ ഇവിടെ കൊണ്ട് വെച്ചിട്ട് പോയാലോ? ഫോൺ എടുത്തില്ല. അമ്മ ഫോൺ എടുത്തില്ല. പോയോ? ഇല്ലല്ല, കൊറേ പേര് പോയി. അമ്മായി ഒക്കെ പോയിട്ടില്ല. ഈ പുള്ളിക്കാരന്റെ ആ ഷാദിക്കാരന്റെ ഇത് വെച്ചിട്ട് ആരും ഒരു പൊക്കം കുറഞ്ഞ എവിടെ വന്നിട്ടുള്ള അമ്മായിയാ പൊക്കം വന്നിട്ടുള്ള ദേഷ്യം പിടിച്ചില്ല. അല്ല, മലയാളം പറയാതെ അങ്ങനെ കൊണ്ടുവന്നത് അതിന് ഒന്നും അറിയത്തില്ല. അവിടെ വീടിന്റെ മുകളില് ഒരു കാവുണ്ട്, അമ്പലമുണ്ട്. അവിടെ പൂജ ചെയ്യുന്ന ഈ പൂ ഞാൻ മേടിക്കണോ? ഈ പൂ ഞാൻ ഇടണോ? അറിയുന്നില്ല എന്താ പറയുന്നത്. എനിക്കിത് തീരുമില്ല. അങ്ങോട്ട് പറഞ്ഞാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനെങ്ങനെ ഈ പൂ മേടിക്കണം? ഇതെങ്ങനെ ഇടണോ? മേടിക്കണോ? ചന്ദനം വെച്ചോണ്ട് എന്നെ തുറണ്ടായിരുന്നു. ദേവി ആദ്യമായിട്ടാ രാവിലെ കുളിച്ച് കാണുന്നത്. രാവിലെ കുളിക്കും. ഓഫാക്കല്ലേ? എനിക്ക് ഇവിടെ അങ്ങനെ അറിയോ? ഇപ്പം പറയും നേരം വിളക്കുന്നതിന് മുമ്പ് കുളിച്ചാൽ മതി. ശരി, നല്ല കുളിച്ചാൽ നല്ലതാണ്. എന്തെങ്കിലും മിഞ്ഞാന്നൊക്കെ 4 മണി ഞാൻ എടുത്ത് കുളിച്ചില്ലേ? പക്ഷെ നല്ലതാണ്. പിന്നെ വെള്ളത്തിന്റെ ഇത് വരുമ്പോ 4 ദിവസം കുളിച്ചില്ലേലും കുഴപ്പമില്ല. അതാണ് സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കണം. നമുക്ക് ഈ രാവിലെ കുളിക്കാനുള്ള ശീലമില്ലാത്തോണ്ട് ഇപ്പൊ കുളിച്ചില്ലെങ്കിലും കുളിച്ചാലും പ്രശ്നമില്ല. ഇത് കുറച്ചു നേരം ആയല്ലോ. 2ാം ട്രിപ്പാണല്ലോ. നല്ല ഇപ്പൊ ദേവി കുളിച്ചതിനെ കുറിച്ച് അത്ഭുതപ്പെടുക. ഓ, പിന്നെ ചൂടുവെള്ളം അല്ല. രാമ നല്ല ഉറക്കമാ. പിന്നെ പോണെങ്കിൽ
എങ്ങനെയാടി വന്നേ? അതിനെ കഴിച്ചു വെച്ചോ? ഇതിനെ തൊട്ടിട്ടില്ല. രാമന്റെ മൂന്ന് പറഞ്ഞാ മതി. ആദ്യം വിളിച്ചോ. ആദ്യം എനിക്ക് ഇഷ്ടമാണ്. ആദ്യം പരിചയം കുറച്ച് കഴിഞ്ഞിട്ട് പരിചയമൊക്കെ ആവുള്ളത്. ചിറ്റ അമ്മു ചിറ്റ കൊച്ചിനെ എന്താ ഇടാൻ മേടിച്ചു. ഒന്നുമില്ല ഇങ്ങനെ പിള്ളേരിടുന്നില്ല. ഇതാ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇതാ ഇപ്പൊ പിള്ളേരല്ല ഇടുന്നത്. ബനിയാണ് സാധാരണ. നിലത്ത് കിടത്തുക. അവിടെ പറയാൻ കൊടുക്കുകയല്ലോ. എന്ത് കിട്ടിയാലും വായിക്കാത്ത പോയടി പുതിയ കാർ മേടിച്ചല്ലോ. വണ്ടിയോ? വണ്ടി എവിടെ പോകുന്നതല്ല, അവിടെ ഇട്ടേക്കുന്നു. വണ്ടി ഇവിടെ ഇട്ടേക്കുന്നതാ. കൊണ്ടുപോയതാ. അവിടെ പോയാ വിടുന്നൊക്കെ പറഞ്ഞു. ഇപ്പം ദേവി വന്നിട്ട് പറയുന്നത് വെളുത്തിരിക്കുന്ന നാളെ പോയാ മതി. ഹായ് എഴുന്നേപ്പിച്ചാലോ? എഴുന്നേറ്റ് വീഡിയോ എടുക്കും. രാവിലെ എഴുന്നേറ്റിരുന്ന കാണത്തില്ല, പക്ഷെ വെട്ടമില്ലല്ലോ. കണി കാണും നേരം കമല നേത്രന്റെ എന്നെ വിളിക്കണ്ട, നിന്റെ കെട്ടോള് പറഞ്ഞ് കിടന്നോട്ടേന്ന്. ഞങ്ങള് പോവാണേ. എറണാകുളത്തേക്ക് പോയോ? രണ്ടുപേരും കൂടെ പോകുന്നതിന് മുന്നേ. പിന്നെ അടുത്ത റീലിന്റെ കാര്യം ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു അതറിയില്ല, ഇവിടെ ചോദിച്ചിട്ട് പറയാം. എത്ര ചോദിച്ചാ പറയണം. വേണമെങ്കിൽ ഒന്ന് കണ്ടോ. ടണ്ടടേ. ആ ശരി ശരി. അല്ല ഇതിന്റെ ഇത് കണ്ടോ, അതിന്റെ മുകളിൽ വെച്ചോ. അങ്ങോട്ട് കാട്ടോ.
എന്നത് അമ്മ തന്നെ പോവാണ്. അതെ മോനിവിടെ വരുന്നില്ലെന്ന് പറഞ്ഞിരിക്കും. കണ്ണം വരുന്നില്ല. അച്ചടി പോയിക്കൂടെ നാട്ടിലാണ്. നീ എന്നും ഈ സമയത്താണോ എഴുന്നേറ്റിരുന്നത്? നീ നമ്മുടെ സുർക്ക ലോറിയോ? വികാനെയാണോ യുവാസിനെയാണോ? ശരി. ചിക്കൻ കൂട്ടിയിട്ടേ യുവാച്ചനെ നല്ല സൗകര്യമാണ്. ഒരു പ്ലെയിൻ വിട്ടോ. ശരി ശരി. എടുത്തു കൊടുക്ക് കസാരയൊക്കെ, ചുമ്മാ നോക്കി നിൽക്കാതെ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലേ, എടുത്തു കൊടുക്കാൻ കസാരയൊക്കെ. എന്നെ കൊണ്ട് ഇത്ര വെക്കാൻ പറ്റും. ഇവിടെ അവിടെ ഇരിപ്പുണ്ടല്ലോ. ആ ഒരെണ്ണം ഉണ്ടല്ലേ. ആ അത് തന്നെ. നൂൽപുട്ടൊന്നുമില്ല. ഉണ്ട്. അതെ
നല്ലപോലെ ഉണ്ടാക്കിയതാണ് എരിവുണ്ടല്ലോ ഇത് കൂട്ടിക്കോ. ഇതല്ല ഇപ്പം വെച്ചാണോ ഇത് ഈ കറി അവിടെ നിന്ന് വെറുതെ അല്ല ഇപ്പഴത്തെ ആ വലിയ അടപ്പിലുണ്ടോ തന്നെ കുറച്ച് വെള്ളം പച്ചവെള്ളം വെച്ച് കുടിക്കും. അടുത്തേക്ക് വാ, clear ഉണ്ടോ? ഫോട്ടോ കാണിക്കേ എന്നെ കാണിക്കാം ഇങ്ങനെയാണല്ലോ. അല്ല അതാ സാധനത്തിന്റെ ഷെയ്ഡാണ് വെക്കുന്നതാണ് അത് കുഴപ്പമില്ല. അത് ആ സാധനം അവിടെ അടിച്ചിട്ട് അല്ല വെക്കാല്ല. ഇവിടെ വെച്ച് ഇവിടെ അങ്ങനെ അതങ്ങനെ എന്റെ വെക്കണം. അത് ഓരോ ടേബിൾ വെക്കുന്ന മറ്റേ ടൈപ്പ് അല്ല, അതിനുള്ള വലിപ്പമില്ല, ചെറുതല്ലേ ടേബിൾ വെക്കുന്നത്. ഇത് വാളിലോട്ട് ഫോട്ടോ ചുമ്മാ വാഴ വെക്കുന്നല്ലേ? ആണോ? അവർ ഇനി ഉള്ളതിനുണ്ടായിരുന്നു. സാധനം എവിടെ പോയി ഭാരത് വെൻസ് ടീം കാലിക്കറ്റ്. മറ്റേ ടീം വന്നില്ല അല്ലേ? അഡ്വൈസർമാര് വന്നില്ല. അവര് വന്നില്ല. അതിനകത്ത് ഒരാളുടെ പിന്നെ ഇത് അതന്നെയാണല്ലോ അതേ കുറച്ച് വലുത്. അല്ല അവര് മറ്റേ അതിൽ ഒരാളുടെ ശ്രീചേട്ടൻ നടത്തില്ല, പുള്ളിയുടെ അനിയന്റെ എൻഗേജ്മെന്റ് അനിയന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു. പുള്ളി വന്നില്ല. ഇത് അരുണി വന്നത്. അരുണ വന്നായിരുന്നോ? അനിന്റെ കുഞ്ഞിനോട് പറ്റ ഇവരുടെ കൂട്ടുകാരി എളുപ്പമായി വിഷയം ഉണ്ടാക്കാൻ നോക്കും കേട്ടോ. ഒന്നും മൈൻഡ് ചെയ്യണ്ടേ, ഒന്നും മനസ്സിലായില്ല അല്ലേ? നാട്ടിലോട്ട് പോയി തൂക്കുന്നല്ലേ? തൂക്കല്ലേ? ഇത് അവളെ ചെയ്തത്. സ്വന്തം ചെയ്തല്ലേ? സ്വന്തം ചെയ്താ കൊള്ളാല്ലേ? ഫോട്ടോ കാണിക്കരുത്, വീഡിയോ കാണിക്കരുത്. ഓ കാണിച്ചില്ലേ? കേട്ടോ? അതിന്റെ ബാക്കി കാണിച്ചാ രണ്ട് സൈഡിലും ഇടാന്നോ അല്ലേ? അങ്ങനല്ല ഇപ്പൊ ഫോട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാ ഇങ്ങനെയല്ലേ ഉള്ളൂ. അങ്ങനല്ല, ഒരു സ്ക്രൂ ഇവിടെ, ഒരു സ്ക്രൂ അവിടെ. ഇങ്ങനെ വെക്കണല്ലേ? അങ്ങനല്ല, അത് തിരിച്ചാ നമ്മൾ ഫോട്ടോ വെക്കുന്നെങ്കിൽ ഇത് ഫ്രെയിം അവർ തരുന്നതല്ലേ. തിരിച്ചാ ഉള്ള ഫോട്ടോ ആണെങ്കിൽ തിരിച്ചു വെക്കാം. ഫോട്ടോ ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം. കുട്ടിക്ക് ശാമം കൊടുക്കണം. കുട്ടിക്ക് നമ്മൾ വലിയ ഇഷ്ടമുള്ള കുട്ടിക്ക് ഇതോ? ഇത് അപ്പച്ചിക്ക് ഇതമല്ല സമാധാനമുണ്ട്. അപ്പച്ചി ഗെയിമോ? അയ്യോ അപ്പച്ചി കാണത്തില്ല അങ്ങനെ ഇരിക്കുമ്പോ. വിളിക്കുമ്പോ കാണത്തില്ല. കൊറേ കഴിയുമ്പോ എവിടെയും മൂലക്ക് ഇരിക്കുന്നുണ്ടാവും. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നമ്മൾ പോയി നോക്കുക. അപ്പൊ ഇരുന്ന് ഞെക്കായിരിക്കും. തീരില്ല.
ഷർട്ടാന്ന് തോന്നുന്നു. സുമി 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 സുമിയാ തോന്നുന്നുണ്ട്. രണ്ടുണ്ടായിരുന്നു സുമി എന്താ കൊണ്ടുവന്നത്? കവറിലല്ലേ? ആ എന്നാ അതായിരിക്കും. ഇല്ലല്ല, സുമി കൊണ്ടുവന്നതാണ്. ആണ് അല്ലേ? ജുബയോ നിനക്കാ ചുരിദാറിന്റെ ഇതായിരിക്കും ടോപ്പ്. മറ്റേത്. കോട്സെറ്റല്ലേ ഇത്? അതല്ല അതല്ല, കാണിച്ചേ അത് കോട്സെറ്റാ. കോട്സെറ്റാ ഉള്ളത്. എന്നുവെച്ചാ ഇതിന്റെ ഇത് ഇത് തന്നെ അല്ലേ? പക്ഷെ ഇത് കൊണ്ടുവന്നത് പോയി അതായിരിക്കും എന്നായിരുന്നു. അവനതല്ല കൊണ്ടുവന്നത്. എന്നത് താത്ത തന്നായിരിക്കും. താത്ത തന്നതല്ല, വേറെ ഉണ്ട്. നിഷാന തന്നത്. ഇല്ല, അത് സെറ്റുള്ളതെന്ന് പറഞ്ഞതിന്റെ അടുത്ത്. അതിവിടെ വേറെ പൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. ഒരു വൈറ്റ് അമ്മ തന്നില്ലേ ഇതിന് രാവിലെ. രണ്ട് കവർ ഉണ്ടായില്ലേ? എന്നാ കവർ ഊരിയിട്ട് ഇതിനകത്ത് വെച്ചായിരിക്കും അത്. അവർക്ക് വെച്ചതാ. വാ, 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 വാ. ജെയിംസേട്ടൻ വരുമെന്ന് അറിഞ്ഞോണ്ട് ഞങ്ങള് അതാ പറഞ്ഞില്ല, ഏതെങ്കിലും ഒന്നായിരിക്കും. അവരെ കവർ നമ്മൾ ഊരിയിട്ട് അവർ കവർ ചായ മതി ചായ. അടി കൊടുക്കാൻ പോന്നോ? എന്താ ഫോട്ടോയാ? അല്ലല്ല, ഇതിനകത്ത് കവറാണല്ലോ. ഇഷ്ടപ്പെട്ടു പോയി. അതെ, ആ വീട്ടിലെ ജോലി അത് എനിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പെൺപിള്ളേർക്കും ഇതാണ് എന്റെ അർജുന്റെ ബെസ്റ്റ് തന്ന ബെസ്റ്റ് ബെസ്റ്റ് തന്ന ഡ്രസ്സാണിത്. ബെസ്റ്റിന്റെ പേര് ബെസ്റ്റിന്റെ പേര് സുമിത. ടീഷർട്ട്, ടോപ്പ്, ഭയങ്കര സന്തോഷമായിട്ട് അത് മുഖത്ത് കാണാനുണ്ടല്ലോ. ബെസ്റ്റ് എന്നതാണ്. സന്തോഷം മുഖത്ത് കണ്ടു. ചുമ്മാ 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 അവക്കറിയത്തില്ലേ? പിന്നെ പൈസ ചോദിച്ചിട്ടുണ്ടാവും. അത് അന്നാസ്, അത് അതിന്റെ മോളെ വന്ന ചേച്ചിന്റെ. ചെറിയ കാര്യം. ഇത് അടിപൊളി ഫോട്ടോ. ഇത് ഏതാ? ഇത് നമ്മുടെ നോട്ടെ കാണിച്ചു. അത് വേഗം കാറിൽ വെച്ചിട്ടുണ്ട്. അണ്ണൻ വായിക്കണോ? കാറിൽ വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ടല്ലേ? ബാങ്കിലാണ്. അത് ഈ പൊട്ടിക്കുന്ന ആണോ? തിരിച്ചുപിടി. പ്ലാസ്റ്റിക് കുറച്ചാ നമ്മുടെ ഫോട്ടോയിൽ മറ്റേ ഫോട്ടോയിലാണ് മിസ്സായത്. ഞാൻ മജുവണ്ണനും മകളും. ഞാനേ അതെടുത്തപ്പോ എന്താന്ന് സിനിമയില്ല ജനാർദ്ദനൊക്കെ ഉള്ളേ എന്നാ വീടാ മറ്റേ അരമന ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എല്ലാവരും ചെതറിപ്പോയ മേലത്തെ ആ സത്യം ഫോട്ടോ എടുക്കുക.
പൈസ പൈസ ആണ് അവനവൻ 3 പോയി മേപ്പാടി. അതെ എന്ത് ചെയ്യാ 200 പറഞ്ഞേ അല്ല ശനിയാഴ്ച റേറ്റ് പറഞ്ഞു വെട്ടിക്കോളാന്ന് പറഞ്ഞു അവിടെ ആരെങ്കിലും മടിയിരിക്കരുത്. കേറ് നോക്കാം. ചാടി കയറി. ആരാ എന്റെ കണ്ണാടി എഴുതാൻ? ഇല്ലില്ല, പോലീസ് ഇറങ്ങി ഇരിക്കാൻ സംഭവം ഇതിനകത്ത്. സെറ്റല്ലേ സെറ്റാ. ശരിക്കും ഇരുന്നോട്ടോ. മെല്ലെ പോയാ മതി. സാധനം എടുക്കണോ ഇനി? മറ്റേ കഥയുടെ ബാക്കി പറഞ്ഞേ. കഥ നീ പറഞ്ഞോ? ചേട്ടാ കേൾപ്പിച്ചായിരുന്നോ? ഇതിനാ വെച്ചോ? അത് പറഞ്ഞ പ്രേക്ഷകരപ്പൊ എന്ത് ചെയ്യുന്നറിയും. എന്ത് കഥയാ? നമുക്ക് ആ കാട്ടി വെച്ച് കഥ പറയാം. അതാകുമ്പോ സുഖമുണ്ടല്ലോ. എങ്ങനെ കണ്ടുമുട്ടി കണ്ടുപിട്ടതാണ് ഞാൻ പറഞ്ഞുതരാം. അവിടെ തൊട്ട് ഇന്നലെ വരെ ഞങ്ങള് കണ്ടപ്പോൾ തൊട്ട് വരെ അത് വരെ അത് വരെ ബുക്ക് ചെയ്ത് പോയത്. ഇടയ്ക്ക് കുറച്ച് സ്കിപ്പ് ചെയ്തു, കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ സ്കിപ്പ് ചെയ്തോ, കുഴപ്പമില്ല. ബാക്കി ഞങ്ങൾ ഊഹിച്ചോളാം. പൂരിപ്പിച്ചോളാം. ഞങ്ങള് പൂരിപ്പിക്കുന്നതല്ല. 8 വർഷം. കേട്ടോ? 8 വർഷം അല്ലേ? ഞാൻ വിചാരിച്ചു ഞാൻ മറ്റേ ഇന്ത്യ അടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോയുടെ കഥയാ. അയ്യോ, നിന്റെ കുറെ ഫോട്ടോ ഉണ്ട് ഞങ്ങൾക്ക്. നിങ്ങൾ പണ്ട് അവിടെ വന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഏതാടാ? നിങ്ങള് കല്യാണം കമ്പ്യൂട്ടർ കേടായപ്പോ ഫോട്ടോസ് ഉണ്ടായിരുന്നില്ലേ? ഇവന് ഇവന്റെ ഒരു ഫോട്ടോ രാമനൊരു വേഷം മൂത്രം അല്ല ഇവര് അവർ അതെവിടെയാടാ? മുണ്ടക്കൈയല്ലടാ? സൂചിപ്പാറയ്ക്ക് പോകുന്ന വഴി. സൂചിപ്പാറ പോകുന്ന വഴിക്ക് എവിടെയാ? ആ അന്ന് വെള്ളച്ചാട്ടം കാണാൻ പോയല്ലേ? ആ അത് പിന്നെ പോയില്ലേ അന്ന്? രാമൻ എന്നിട്ട് മുള്ളുവാണ്. നടന്നാണോ പോയത്? കോട്ടയാ നടന്ന്. ആ പിന്നല്ലാതെ നമ്മൾ ഈ വണ്ടിയെ പോയ പരിചയമുണ്ടോ നമുക്ക്? നടന്നേ പോയിട്ടുള്ളല്ലോ. കല്യാണ പെണ്ണ് ഒറിജിനൽ. ഒരു കരാട്ട ലുക്ക് വരാൻ വേണ്ടിയാണ്. ഇല്ല, സൂപ്പറാ. സൂപ്പർ കൂടിയാ. ഒന്നും ചെയ്യരുത്. അത് ഒന്നും ചെയ്യാൻ പാടില്ല. അത് ഒട്ടും ഒന്നും ചെയ്യരുത്. ഉണ്ണിച്ചനെ നല്ലതായിട്ട് ചെയ്യുമായിരുന്നു. മുസ്ലിംസ് അല്ലേ? മേപ്പാടി ഊട്ടിക്ക് പോകുന്ന വഴിയാണ്ടോ? ഊട്ടി സത്യം. ഞാനിപ്പോ ആ കാര്യം ഓർത്തു. ഊട്ടി ഞാനത് തന്നെ ഓർക്കുള്ളൂ. രസം കണ്ട് മണത്തുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അടിപൊളി. അല്ല ഈ എസ്റ്റേറ്റിന്റെ തന്നെ അങ്ങ് അറ്റത്തുണ്ട്. 4 കോച്ച കേട്ടോ. അതിലേ മറ്റേ ഇത് ഊഞ്ഞാല്. ഇതാണ് കൊച്ചന്റെ. അതിലാണ് അങ്ങോട്ടാണ്, അതിലാണ് പരിപാടിയൊക്കെ നടന്നത്.
ഗ്ലാസ് ബ്രിഡ്ജിന്റെ പോലെ നീട്ടി വെച്ചേക്കുന്നത് അതന്നെ ബ്രിഡ്ജ് പോലെ ഇങ്ങനെ തള്ളി വെച്ചു ഫ്രണ്ടിലോട്ട്. സിംഗിന്റെ അത് രണ്ടെണ്ണാണ്. രണ്ട് ഇതാണ്. ഇവിടെ താമസമില്ലേ ഇപ്പൊ? ഇവിടെ ഒക്കെ ഉണ്ട്. അല്ലല്ലോ അവിടെ വാറമണ്ണൊക്കെ ഹയസ്റ്റ് ജയന്റ് സ്വിംഗ് കയറിയാലോ? തുരങ്കപാത പണി തുടങ്ങിയോ അപ്പം? തുടങ്ങി. മണ്ണെടുക്കുന്നേ ഉള്ളൂ. അതാണോ ഇവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ അല്ല, അവിടെ അവിടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. തുരങ്കം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. ഈ സ്ഥലത്തിന്റെ പേരണ ഇത് മീനാക്ഷി കള്ള. ആ ഇതാ ഇവിടെ അല്ല, ഇത് കണ്ടായിരുന്നു. പക്ഷെ ഇത് എന്താ സംഭവം ഒന്നും പിടികിട്ടില്ല. ഇതിലെ തുരന്ന് അപ്പുറത്ത് പോവല്ലേ? ഇതാണ് തുരങ്കം. എങ്ങോട്ടുള്ള തുരങ്കം? അതെ, കോഴിക്കോടോ? തുരങ്കം ഇതൊക്കെ എന്തിനുള്ള സാധനം? വൻ പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നില്ല. അപ്പൊ കണ്ട് നമ്മള് കണ്ട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ നിർത്തിയാനോ കേട്ടോ അവന്മാര്. ഇത് മറ്റേ പാറ പൊട്ടിക്കുന്ന സാധനം തോന്നുന്നു. ആറാ കള്ളടി എത്തിയപ്പോ കറിയുന്നേ? അവിടെ വെച്ചോളൂ. കട ഇന്ന് തുറന്നില്ല ഇതല്ലേ? തുറന്നാ പറഞ്ഞേ. ആ അടുത്ത ഇങ്ങോട്ട് വെച്ചിട്ട് റിവേഴ്സ് വെച്ചാൽ അല്ല ഇവിടെ വെച്ച കണ്ടോ? പറഞ്ഞു പറ. കട കള്ളാടിപ്പാലം. വിറക് അവിടെ എടുത്തില്ല. എവിടെ അല്ലേ കടലോട്ടുള്ള സാധനങ്ങളുമായിട്ട് വന്ന ഗുഡ്സ. അയ്യോ അമ്മ സാധനം ഉണ്ടായിരുന്നു. യെസ്. ഇവനെ നീ ഇത് എടുത്തോളാം.
അവരുടെ തലയിടല്ലേ? കടയിൽ വന്നു, ജ്യൂസ് കിട്ടി, തിരിച്ചു പോന്നു. തിരിച്ചു പോവല്ല, ചെറിയ പരിപാടികളുണ്ട്. അമ്മായിയമ്മ പിന്നെ വരും. ആ തുറന്നേക്കാം. കള്ളാടി പാലം. കള്ളാടിയാണ് നമ്മുടെ സ്ഥലം. ഇതാണ് വീട്. ആ വെക്ക്. ഞങ്ങൾക്ക് ഇന്നലെ കയറുന്ന കിട്ടിയില്ല, ഇന്നെങ്കിലും കിട്ടണം. ഇന്നലെ വലുതാലും വെക്കുന്ന കിട്ടിയില്ല, എന്നാ ഇന്നെങ്കിലും ആട്ടെ. ആ ഓ ഇവിടെ ആരും ഒന്നും പറിക്കാനേ. ഇത്രയും കാപ്പി, 2 കാപ്പിയുണ്ട്. ഇത് അവിടെ ഒരു ഇതുണ്ടോ? ഇതാണ്. അവിടുത്തെ ചേട്ടൻ ഇന്നലെ പരിചയപ്പെട്ടായിരുന്നു. ആന വന്ന് മറിച്ചിട്ടാ കഴിഞ്ഞ ദിവസം ആ കാണു തെങ്ങ്. അതുണ്ടോ? ആ അതെ, ചേട്ടനും കൂടെ വരട്ടെ. വിരുന്നുകാരൊക്കെ വരുന്ന വെള്ളല്ലേ? എപ്പോ വരും? എടാ അവിടെ എപ്പോഴും ഓണ. അപ്പൊ നമ്മൾ ഓർക്ക് എപ്പോഴും ഇത് ഓണായിരിക്കും. ഞങ്ങൾ ഭാഗത്ത് കയറുന്നതിന്റെ ഒരു ചടങ്ങുണ്ടേ. ചുമ്മാ ഒരു കാര്യമില്ല. എത്ര വർഷം കൊണ്ടുണ്ടായി നിങ്ങൾക്ക് ഇത്രയും നാൾ താമസിച്ചിട്ട് ആന ഇവിടെ വന്നോ? ഇത് മാത്രമല്ലോ ഇനി ഇതിനകത്ത്. ആ കുറ്റി അടിച്ച് എത്ര റോട്ടിന് എത്ര മാറ്റിയിട്ട് അളവ് അറിയോ? 5 മീറ്ററാ?
പലതരം കയറാൻ കാത്തിരിക്കാം. ഇവിടെ നിന്നാണ് അവിടെ നിന്നാണ് കയറണ്ടേ? ഏതാ കീ ഏതാ? എല്ലായിടത്തും കയറിയേക്കാം. കയറിക്കോ. നീ ചെരുപ്പൂറാ, നിനക്ക് മാത്രമല്ല. കേറ്, ഒരുമിച്ച്. ആ ഓക്കെ. അടുത്ത് അകത്തോട്ട് മലതരാൻ അങ്ങോട്ട് ഞങ്ങളും കൂടെ അങ്ങ് ഇതായിരിക്കും. ഇതിന് മാത്രം മറ്റേ പെങ്ങളില്ലേ ഞാൻ കയറിട്ടെ. അത് നിങ്ങൾ അടച്ചു. അല്ല അവിടെ തുറക്കുന്നു. ആ എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ വരണം, യൂട്യൂബിൽ ഉണ്ടാവണേ. നമ്മളല്ല പരിചയമില്ലല്ലേ. രണ്ട് വീഡിയോ അയച്ചുതരാം. അതെനിക്കറിയില്ല. ആ ഓക്കെ. ആ കേറില്ല. ഒരുമിച്ച് അടുക്കള ഇവിടെ. സെറ്റല്ലേ? വെള്ളമൊക്കെ ഉണ്ട്. ഞെക്കിപ്പിടി. എനിക്ക് പിടിച്ചാൽ അറിയില്ല. ഇതിനകത്ത് വരുന്ന പൈപ്പിൽ വരുന്ന വെള്ളം നല്ലതാണോ? പൈപ്പിൽ വരുന്ന വെള്ളം നല്ല വെള്ളമാണോ? കുടിക്കാവുന്ന വെള്ളമാണോ? അത് അടച്ചേക്കോ. ബാത്റൂം അതുപോലെ തന്നെ ഒന്നും ചെയ്തില്ല. ചൂടുവെള്ളം തണുത്ത ഹീറ്റർ ഇതിന്റെ പുറകിലാണ് വെച്ചത്. പോകുന്നവരെങ്കിലും അല്ലേ, ഈ സീസണെങ്കിലും പോകുന്നവരെ ഇവിടെ താമസിക്കാം അല്ലേ? ഭക്ഷണമൊക്കെ ഉണ്ടായിക്കോളൂ. ആനയൊക്കെ കാണുന്നുള്ളൂ. രാത്രി ആന വരും, പുലി വരും. അതുണ്ടോ? എന്ത് പിരിച്ചാൽ മതി. ഇവരിവിടെ താമസം പറയുമ്പോൾ ഞങ്ങൾക്ക് വരും പിന്നെ വിഷമമായിരുന്നു. ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു സുഖമായി. വലിയ വീടും ഇതൊന്നുമില്ല, തണുപ്പുണ്ട്. നമ്മളിതിലെ കൂടെ ഒക്കെ കയറി അങ്ങ് കയറി പോവാ. അതിലേക്ക് ആ വലയുടെ അറിയാതല്ലേ? ഇല്ല ഇപ്പൊ ഒന്നുമില്ല വെയില്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോകാം. ജെയിംസ് ചേട്ടന്റെ വീട്. വെള്ളം ഉണ്ടത് ഇവിടെ ചുമ്മാ കിടക്കില്ല, ഇങ്ങനെ
വെളിയിൽ നിന്നെങ്ങാനും മറ്റേ ഇതിനകത്ത് വരുന്ന അത് അത് താമസിക്കുന്നൊന്നുമല്ല. ഇല്ലെന്നേ, മഴക്കാലത്തേ ഉള്ളൂ. ഇവിടെയൊക്കെ സതിയമ്മയൊക്കെ പണ്ട് നേരത്തെ ഇവിടെ താമസിക്കുമ്പം അലക്കാനൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത്. അത് നടക്കുന്നവരുടെ ഇതുപോലിരിക്കും. അത് എന്തോ ഉണ്ടോ ഇവന് പോലും അറിയത്തില്ല. പിന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ അറിയാലോ. അവനൊന്നും വീഴൊന്നുമില്ല. ആ കണ്ടോ, ഇത് ഞാൻ പറഞ്ഞു പോയി. നല്ല വെള്ളല്ലേ? സ്ഥലം നോക്കി പറഞ്ഞു. തണുപ്പുണ്ടോ? തണുപ്പ് നരയ്ക്കുന്നു. ഐസ് പോലത്തെ വെള്ളം ഇവിടെ പണ്ട് എപ്പോഴും. കല്ലല്ലേ? കുറേ കല്ലുണ്ടാവും അങ്ങനത്തെ. അതിപ്പം എടുക്കാൻ പോയാൽ ഒരുപാടുണ്ടാവും. ഓ, ഈ കല്ലിന് വരെ എന്നാ തണുപ്പാ. മണ്ണല്ല, ഈ ചെങ്കല്ല് പോലത്തെ കല്ല. ചുമന്ന കളർ അത് വരച്ചോക്ക. ചുമന്നത് വരച്ചോക്ക്. ഉണ്ടോ? ഉള്ളേ ഇതാ ചന്ദനോ? വെറൈറ്റി സാധനം എനിക്ക് വേണം. കല്ല് കണ്ടോ? കളറുള്ള കല്ല്. ഒന്ന് മഞ്ഞ, ഒന്ന് ചുമപ്പ്. ഒരു മാറ്റവും ഇല്ല. ഇതൊന്നോ കണ്ടോ? എല്ലാവർക്കും തൊട്ട് കൊടുക്ക. ചന്ദനാന്ന് പറഞ്ഞിട്ട് പറ്റില്ല. മഞ്ഞയാണ് ശരിക്കും നല്ല കളർ. കണ്ടോ? പല പല വെറൈറ്റി കളറുകൾ. ഇത് അതിനെക്കാട്ടി കുറച്ചുകൂടി ഡാർക്ക്. കണ്ടോ? ചുമന്നത് കണ്ടോ? ചന്ദന വേണോ? ചന്ദന അയ്യോ എന്താ രസം. ചന്ദനം ചന്ദനം ചന്ദനാണോ? നല്ല രസമുണ്ട്. ചന്ദനമുട്ടിയാണെങ്കിൽ അയ്യോ ചന്ദനത്തിന് മണമുണ്ട്. കണ്ടോ? അത് അവിടെ നിന്ന് കല്ല് കിട്ടിയത് എനിക്ക്. കല്ല അത് മുങ്ങിക്കിടന്ന തണുപ്പെങ്ങനെ ട്രീ. അവിടെ മൊത്തം ചെളിയായിരുന്നു.
ഏതാ വേറെ ആരും ഇവിടെ കൊണ്ട് കുപ്പി എടുത്തില്ല. കൈ ഇങ്ങനെ വെക്ക്. ആ അങ്ങനെ. സന്തോഷമായില്ലേ? നീ കൂടെ നിൽക്കുന്ന കട്ടൻ ചായ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. കണ്ടല്ലോ നിങ്ങളെ സന്തോഷം. പാലും ചായ കുടിച്ചോലെ. പാൽ ചായ കുടിച്ചു. ആ പാൽ ചായ കുടിച്ചോലെ. ആഹാ പരിപാടി തുടങ്ങിട്ടോ. ആ ഹായ്. വേണ്ട മധുരം കൊടുക്കണം. അങ്ങനെയുണ്ടല്ലേ? ഞാൻ കൊടുത്തില്ലല്ലോ, എന്റെ അനീതി കൊടുത്താ പോലെ. ആ സങ്കടം തീർന്നോ? തീർന്നു. ഓക്കെ സെറ്റ്. അത് തന്നെ കസേരയൊക്കെ നീ കിട്ടും. അപ്പൊ നിനക്ക് തരണോ മധുരം? വേണ്ട എനിക്ക് കേട്ട്. താഴെ വെക്കത്തില്ലേ? കണ്ടല്ലേ ഇതാണല്ലേ ഞാൻ തന്നെ എപ്പോഴും നോക്കിയാൽ ഞാൻ വാത് കടിച്ചു ഇപ്പഴിച്ചിരി മുമ്പ് ചേട്ടൻ തന്നെ വന്നതല്ല. നിങ്ങൾ തന്നെ വന്നു പുറകെ ഞങ്ങൾ ഒരുമിച്ചാ വന്നേ. ഞാൻ പിന്നെ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ, അപ്പുറം ഒക്കെ അടച്ചു കൂട്ടി. എന്നിട്ട് അടുത്തൊന്ന് പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യത്തിന് മാത്രം ആ വെള്ളം ഒന്ന് വയ്ക്കാനായിട്ട് അതിൽ വരും. അല്ലെങ്കിൽ ഇവിടെ തെങ്ങ് ഇവര് രണ്ടുപേരും ഇവിടെ വരുന്നുണ്ട്. 2-3 ദിവസം കമ്പനിക്ക് 2-3 ദിവസം ഇവിടെ നിൽക്കും. ഇവർ രണ്ടും തന്നെ ആയിക്കോട്ടെ, നമ്മളിവിടെ ഉണ്ടാവും. പടത്തിന് കേട്ടിട്ട് കറി വെക്കാനൊന്നും അറിയാൻ തോന്നുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കാനൊന്നും വലിയ അറിയാൻ തോന്നുന്നില്ല പടത്തിന് കേട്ടിട്ട്. ഞങ്ങള് തന്നെ ഇവിടെ ഇങ്ങോട്ട് ചോറും ഇതും വെക്കുമ്പോൾ നമ്മള് അതിട്ട് കിടക്കുമ്പോ നിങ്ങൾക്ക് ഇവിടെ കിടക്കണമെങ്കിൽ ഇവിടെ കിടക്കാം, അവിടെ കിടക്കണമെങ്കിൽ അവിടെ കിടക്കാം, എവിടെ വേണേലും. അത് ഭക്ഷണം വെക്കാൻ സഹായിക്കും. ബസ് അല്ല ഇവര് ഇങ്ങോട്ട് അങ്ങ് പോരാ, 8 മണിക്ക് ബസ്സുണ്ട് നാട്ടിൽ പോവാനാ? അത് ശരി. ഇന്ന് പോകും ഞങ്ങള്. ആ അപ്പൊ എല്ലാരും സ്ഥലം വിടുവാണ്. ചാമയുണ്ട്. ഇതിലുണ്ട് വഴി. കേടായി വച്ചനത്ത് വാ ഇറങ്ങൂ. അപ്പൊ ടാറ്റ, വീണ്ടും കാണാം. ഇവിടെ നിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ആരോടെ നിൽക്കാൻ. പക്ഷെ പറഞ്ഞ കാര്യമല്ലോ. അതിനാ അവൻ വരൂല്ലേ? ആര് പറഞ്ഞു വരില്ലെന്ന്? വരാന്നല്ല. ഇവരെ 2 ദിവസം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാക്കി താമസിക്കാൻ. പുള്ളിക്കാരി ഉണ്ടല്ലോ. ആ 2 ദിവസം ഇവിടെ നിൽക്കട്ടെ. ഇവര് ഊട്ടിക്കോ കൊടൈക്കനാലോ ഒക്കെ പോയിരിക്കും. അതിലും നല്ലതല്ലേ ഇവിടെ വന്ന് 2 ദിവസം താമസിക്കാൻ.
ആൾക്കാരുള്ളോ ബാഡി നിങ്ങളെ കാണാൻ വേണ്ടി അങ്ങോട്ടോ നിങ്ങളെല്ലാം കൂടി ഇങ്ങോട്ടോ നിൽക്കാല്ലേ ഞങ്ങളവിടെ പോയി അടിച്ചു പൊളിച്ച് തകർത്ത് തരിപ്പണാക്കിട്ട് മതിയോ രാവിലെ മുതൽ നമ്മൾ ലേശം ഓട്ടത്തിലായിരുന്നു അതിനാ നീ അങ്ങനെ ഇല്ല പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് മനസ്സിലാകുന്നില്ലല്ലേ മറ്റേ സാധനം എല്ലാം പോയി ഇതാ ഒറിജിനല് ഇത് കറക്റ്റ് ഇത് സ്വാമി എന്നാണ് കേട്ടോ ഇത് ഓൺ വോയിസ് ഉണ്ടോ ബാക്കി ഒന്നും ഇട്ടില്ലല്ലോ അവൻ പെണ്ണിനെ തപ്പുവാ പാവം അവര് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവര് അടിപൊളി നോക്കുന്നത് ആ ഉടുപ്പൊക്കെ അല്ല നമുക്ക് തിളങ്ങുന്ന ഉടുപ്പ് കുറെ ആഭരണം കണ്ടപ്പോഴേ അപ്പൊ ഇങ്ങനെ കിട്ടി ഇത്രേ ഉള്ളൂ ആകെപ്പാടിന് തെളിവായിട്ട് ബാക്കി ആ മൈലാഞ്ചി മാത്രമേ ഉള്ളൂ ആ പടമുള്ള തെളിവ് പേരൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇതൊക്കെ ഇപ്പഴല്ലേ ഉണ്ടോ ഒന്നുമില്ല സൂം ചെയ്തെടുക്കട്ടെ മതി തെളിവ് കൊടുത്ത ആകെ എടുത്ത് ഇതും കൂടെ ഉള്ള എടുക്കാറ് ഇതാരും കൊണ്ടുവന്നാ ഓഫീസിൽ ജോലി ചെയ്യുന്നത് നല്ല അമ്മയ്ക്ക് റൂം വന്നേ ജയമ്മയ്ക്ക് റൂം വന്നേ ഒരേ ഡ്രസ് രണ്ടും ജയമ്മയ്ക്ക് പോണോ അതൊന്നും വിഷയല്ലേ ഞങ്ങൾക്ക് ആദ്യമായിട്ട് അല്ല ഇവർ 2 ദിവസം 3-4 ദിവസം മുമ്പ് പോയപ്പോ അതെങ്ങനെ ഒരു കുഴപ്പമില്ല പോയായിരുന്നു വീട്ടില് ഒന്നും വേണ്ട
ചുമ്മാ പറഞ്ഞതാണ് ശ്യാമളയ്ക്ക് പ്രാന്തല്ലേ നീ മിണ്ടണ്ട. എടാ മോനെ കുഞ്ഞെ ഇതെല്ലാം പത്ത് മിനിറ്റ് മുമ്പ് ഇറങ്ങണം. പിന്നെ ഞാൻ 8:10 8:20 അവർക്ക് വണ്ടി 8 രൂപയാണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ 8 രൂപ 10 മിനിറ്റ്. പോയി കേറാനേ ഉമ്മയുടെ ബഹളം. എനിക്ക് ആരിലൊക്കെ ഉമ്മ വന്നിട്ട് പോകും. നിന്നെ കൊണ്ടുവന്നില്ലെന്ന് നീ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അത് ദേവിയുടെ ആളാ. കൊച്ചേ ഉള്ളവര് ഫ്രണ്ടിൽ കയറിക്കോ. നീ തന്നെ വന്നോളൂല്ലോ. തന്നെ തിരിച്ചു വന്നോളൂ. അവര് എടാ 4 പേരില്ലേ? എല്ലാം എടുത്തില്ല, ഒന്നും മറന്നിട്ടൊന്നുമില്ലല്ലോ. ആൾക്കാരുണ്ട് പിന്നെ ഞങ്ങളെ കണ്ടോണ്ട് നിങ്ങളൊന്നും എടുക്കാൻ വരണ്ട. ഫോൺ എടുത്തു. ചേച്ചി പാൻ്റെ അയ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ചേച്ചിയുടെ പാൻ്റെ അയ കിടപ്പുണ്ട്. ചേട്ടാ പോയി. ചേച്ചിയുടെ പാൻ്റെ അയ കിടപ്പുണ്ട്. ആ തിരുവനന്തപുരം ആയിരിക്കും ചിലപ്പോൾ. ഇതാണോ? തൃശ്ശൂർ. ഇതാണോ? ആ വണ്ടി ആവാൻ വഴിയില്ല. വെള്ളവണ്ടിയല്ല. കോട്ടയം നമുക്കല്ല. അല്ലല്ല കൽപ്പറ്റ. ദേവീനെ കൊണ്ടുവിടാൻ പോവാം. ദേവിയൊക്കെ പോവാം. ഞങ്ങളെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളും പോകും. സമയം 8:20. ഓ അത് തന്നെയാണ്. ആണോ? പാലാ എരുമേലി. എരുമേലി വണ്ടിയാ അല്ലേ? ആ കയറിക്കോ. വാ. ആര്? എൻ്റെ പൊന്നോ, ഈ സാധനം ഇങ്ങനെ എപ്പോഴും. വാ നിങ്ങൾ വാ. അവിടെ അതാണ് ഈ താരം ഇങ്ങനെ. അയ്യോ ഞാൻ പളനിക്കാക്കും. അത് കൂടെ കൊടുക്കും. ഞാൻ നോക്കട്ടെ. നിർമ്മലമ്മ കാണാനില്ല. ആ സമയത്ത് എരിവ് പോയി. ആ വന്നു. ഞാൻ പറഞ്ഞപ്പോ എനിക്ക് വേണ്ട. ചീപ്പായിട്ട് അയച്ചിട്ടുണ്ട്. ഓടിയുണ്ടാവും അത്യാവശ്യം. വൈകിയാണോ? വരുമല്ലേ? ആ ഓക്കെ. എവിടെ എടുത്തില്ല എല്ലാം എടുത്ത് കാണും അല്ലേ? ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇതേതാ ബസ്? സൂപ്പർ ഫാസ്റ്റ് തന്നെയാണോ? കയറ്റത്തൊന്നും നിർബന്ധമൊന്നുമില്ല കയറ്റണം. സ്റ്റോപ്പ് ചില സ്റ്റോപ്പ് പ്രധാനപ്പെട്ട
ഉദ്ദേശിച്ചാണ് ഇല്ല ഇത് പോലീസാണ്. അല്ല സാ ശരി പോലെ വീഡിയോ പിടിക്കോ ഇരുട്ടാ ഇരുട്ട്. ഓക്കെ ശരി എന്നാ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൂടാം ഒറ്റ പരിപാടി അവരോട് കൂടെ അത് പറഞ്ഞേക്കാമല്ലോ ഗ്രൂപ്പ് കൂടാന്ന് ഞാൻ വിളിക്കാം അധികം സമയമൊന്നും ഉണ്ടാവില്ല നേരെ അവിടെ ചെന്നിട്ട് വിളിക്കാം സാരച്ചാച്ചിന്റെ അടുത്തൊക്കെ എന്തായാലും പോട്ടെ ആ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. എങ്ങനെയാലും എങ്ങനെയാണേലും എവിടെയാണേലും ഞങ്ങളൊക്കെ ഇപ്പം ബസ് വെളി വരും. മറ്റേ കുമളിയാ. തിരുവനന്തപുരം ആണ്. നമ്മുടെ വണ്ടി കുമളിയാ. കുമളി ഇതേ തേക്കടി പെരുന്തൽമണ്ണ ഷോപ്പ് ഇത് തന്നെ ആയിരിക്കും. ഇത് നമ്പർ എത്രയായിരുന്നു? 90. അതാ മുണ്ടക്കേ ആ $942 ആ ആ ലാസ്റ്റത്തെ 2 ഏറ്റവും പുറത്തെ 2 അരുൺ കെ മോഹൻ 2 പേര്. ജയപ്രഭ. അടിപൊളി വണ്ടിയാണല്ലോ. മണ്ടേ നമുക്ക് വാ സൂപ്പർ വണ്ടിയാണല്ലോ. ആര് ആര് കുന്നുന്നോ? നല്ല അടിപൊളി വണ്ടിയാണ്. ഇത് ശകലം പൈസ കൂടുതലുണ്ട്. അതുകൊണ്ട് മറ്റേതായിട്ട് 30 രൂപയുടെ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ സൂപ്പർ വണ്ടിയാണ്. നല്ല സ്പേസ് ഉണ്ട്. സീറ്റ് അടിപൊളി സീറ്റ്.